ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ സമയത്ത് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ 7ൻ്റെ വോട്ടിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ച് ഈ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പം അറിഞ്ഞുകൂടാത്ത എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ വോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഈ സൈഡിൽ ഞാൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഇടുന്നുണ്ട്. അപ്പം നോക്കിയാൽ മതി. ആദ്യം ജിയോ ഹോട്ട്സ്റ്റാർ നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു എംബ്ലം വരും. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ID ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ജിയോ ഹോട്ട്സ്റ്റാർ ഓപ്പൺ ആവും. ആ സമയത്ത് അതിലൊരു പരസ്യം വരും. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ആ പരസ്യം അങ്ങോട്ട് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് സീസൺ 7 എന്നും പറഞ്ഞ് വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലത് ഭാഗത്തായിട്ട് വോട്ട് എന്നും പറഞ്ഞ് എഴുതി കാണിക്കും. അപ്പം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എലിമിനേഷൻ റൗണ്ടിൽ വന്ന എല്ലാവരുടെയും ഫോട്ടോ അവിടെ വരും. അപ്പം നമ്മൾ എന്താ വേണം, രേണു എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലൊരു ടിക്ക് വീഴും. ആ ടിക്ക് വീണ് കഴിയുമ്പോൾ ഡൺ എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വോട്ട് നമ്മുടെ രേണു സുധിക്ക് ചെന്നെത്തിയിരിക്കും. ഇങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടുന്ന രീതി. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഒന്ന് എടുത്തിട്ട് നോക്കി മനസ്സിലാക്കി ആ വോട്ട് പാഴാക്കി കളയാതെ രേണു സുധിക്ക് തന്നെ ചെയ്യുക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഒരു ചെറിയൊരു പാർട്ടാണ്. കണ്ടില്ല, അട്ടി പിടിച്ച മെത്തി കിടത്തിയാ കിടക്കുവോ? ദയാച്ചു രേണു സുധിയെ ഉപമിക്കുന്നത് അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ അത് കിടക്കില്ല, കുപ്പത്തൊട്ടിയിലേക്ക് ഒഴുകിപ്പോകുമെന്ന്. ശരിയാണ്. രേണു സുധിയെ അട്ടയായിട്ടെങ്കിലും ഉപമിക്കാമല്ലോ. നിന്നെ എന്തായിട്ട് ഉപമിക്കും? നിനക്ക് പിന്നെ കുപ്പത്തൊട്ടിലോ പട്ടുമെത്തേലോ കിടത്തേണ്ട ആവശ്യമൊന്നുമില്ല. കിടക്കാൻ പറഞ്ഞാൽ നീ കിടക്കും. അത് നമുക്കറിയാം. അത് വിട്. പിന്നെ ഇപ്പം കുറച്ച് എല്ലാവരും പറഞ്ഞിരിക്കുന്ന രേണു സുധി വെളുപ്പാങ്കാലത്തെ ഉറക്കം എണീറ്റ് വന്നിട്ട് അടുക്കളയിലുള്ള വേസ്റ്റ് ബിന്നിനകത്ത് തുപ്പിയെന്ന്. ഞാൻ പറഞ്ഞല്ലോ, 24/7 കണ്ട്, അല്ലാതെ പിന്നെ 9 മണിക്കുള്ള ഷോയും ഞങ്ങൾ കണ്ടു, 9:30ക്കുള്ള ഷോയും കണ്ട്. അതിനകത്തൊന്നും ഞങ്ങളത് കണ്ടില്ല. പിന്നെ ഈ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ ചിലപ്പോൾ പിടിക്കാനായിട്ടും ഇരിക്കുന്നത്. അപ്പം അതുവരെ അതൊന്ന് വന്ന് ആ ഒരു എപ്പിസോഡ് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് നീയൊക്കെ കിടന്ന് ചോറി. അപ്പം നീ അതിനകത്ത് എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടി, അതൊന്നും നമ്മൾ കണ്ടില്ലെന്നാണ് വിചാരം. അപ്പോൾ തൽക്കാലം വരച്ച് നീട്ടുന്നില്ല. ഞാൻ ഈ ഒരു വോട്ട് ചെയ്യേണ്ടുന്ന വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ രേണു സുധിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. അവളെ വിജയിപ്പിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.